വളപട്ടണം മന്നയിലെ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന കവർച്ചാ കേസിൽ പ്രതിയായ ലിജീഷ് നേരത്തെയും കവർച്ച നടത്തിയതായി കണ്ടെത്തി. കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ നിന്നും സ്വർണം കവർന്നതും ലിജീഷ് ആണെന്ന് തെളിഞ്ഞു. ഇവിടുന്ന് കിട്ടിയ വിരലടയാളവും അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളവും ഒന്നു തന്നെയാണ്. അഷ്റഫിന്റെ വീടിന്റെ പിറകിലായാണ് ലിജീഷിന്റെ വീട്. അപ്പം അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും നഷ്ടപ്പെട്ട് പ്രതിയെ പിടിച്ച സന്തോഷകരമായ നിമിഷം. ആ നിമിഷമാണ് ഇപ്പം ലഡു വിതരണം ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ കേരള പോലീസ് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായത്. പിന്നെ പ്രത്യേകിച്ച് വളപട്ടണം പോലീസ് ടീമിനെയും അതുപോലെ അന്വേഷണത്തിലെ മുഴുവൻ ആൾക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന് വളരെ നന്നായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആരും കാണാമറിയത്ത് നിന്നൊരു പ്രതിയാണ്. സമൂഹം മുഴുവൻ ഇപ്പം അറിഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഈ ടീമിനെ ഞാൻ അഭിനന്ദിക്കുവായിരുന്നു. കേരള പോലീസിനെയും അഭിനന്ദിക്കും. നാട്ടുകാർ വളരെ ഭീതിയായിട്ട് ഉണ്ടായിന്. ഇതാരാണ് പ്രതി എന്ന് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പല തരത്തിലും, അതായത് പുറത്തുനിന്ന് വന്ന ടീമാണ് എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തൊട്ട അയൽവക്കെ തന്നെ ആളുണ്ടായത് എന്നാ പറയാ, ആൾക്കാർക്ക് ഇപ്പം അത്ഭുതം. അത് ഇന്നിപ്പോ ഞാൻ രാവിലെ ആ വീട്ടിന്റെ പരിസരത്ത് ഞാൻ പോയിരുന്നു. അപ്പൊ ആ തൊട്ടടുത്ത വീട്ടിലെ അയാൾ അറിഞ്ഞിട്ട് അയാൾക്ക് ഇങ്ങനെ ഷിവറിങ് ആണ്. അയാൾക്ക് ഇപ്പം വറ മാറുന്നില്ല. അയാളെ വീട്ടിലൊക്കെ അത്രയും പരിചയമുള്ള വ്യക്തിയാണ് ഈ പ്രതി. അതാണ് പുള്ളി പറഞ്ഞത്, എനിക്കിപ്പം വറ മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾ. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ, ഈ പ്രതിയെ പിടികൂടിയതിൽ നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അവർ ലഡു വിതരണമൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ നടത്തിയിരിക്കുന്നത്. ഈ പിടിയിലായ ലിജീഷ് നേരത്തെയും കവർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്, അല്ലേ? അർജുൻ, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ നാട് ഒന്നാകെ ഉള്ളത്. കാരണം വലിയ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു കവർച്ചാ കേസിലെ പ്രതിയെയാണ് പോലീസ് അതിസമർത്ഥമായി പിടികൂടിയത്. ഈ ലിജീഷ് നേരത്തെയും കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ് എന്നതുകൂടി വ്യക്തമായതോടുകൂടി നാട്ടുകാരാകെ ഞെട്ടലാണ്. കാരണം നാട്ടിൽ വലിയ പ്രവാസിയായിരുന്നു, വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. അങ്ങനെ നാട്ടിലെ എല്ലാവരുമായി വലിയ സൗഹൃദം പുലർത്തി നിൽക്കുന്ന ആളാണ് ഈ പ്രതിയായ ലിജേഷ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ വർഷം കീച്ചേരിയിലാണ് മോഷണം നടന്നത്. 11.5 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതിയാണ് ഈ ലിജേഷ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തെളിഞ്ഞത് ഈ ലിജീഷിന്റെ വിരലടയാളം പരിശോധിച്ചതിൽ നിന്നാണ്. ഈ മോഷണം നടത്തിയതും ലിജീഷ് ആണെന്ന് വ്യക്തമായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 300 പവനും 1 കോടി രൂപയും കവർന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പരാതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണവും പണവും ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 400 പവനോളം സ്വർണവും 1.25 കോടിയോളം രൂപയും ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 1,28 ലക്ഷം രൂപയാണ് ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. അതായത് പരാതിയിൽ പറഞ്ഞിരുന്നത് 300 പവനും 1 കോടി രൂപയും എന്നാണ്. അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയുടെ വീട്ടിൽ കട്ടിലിനടിയിലാണ് ഈ പ്രത്യേക അറയുണ്ടാക്കി പണവും സ്വർണവും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ 1 കോടി രൂപയല്ല, 1,28 ലക്ഷം രൂപയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 400 പവനോളം സ്വർണവും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് പോലീസ് ഇത് പിടിച്ചെടുത്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മാധ്യമങ്ങളോട് പറയും. മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു കേസ്. ആ കേസ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ഒരു അവ്യക്തമായ ഒരു CCTV, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണിക്കുന്ന ആ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി 100ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചിരുന്നു. ഇത് പോലീസിന് വ്യക്തമായത് ഈ മോഷണം നടത്തിയ പ്രതി ഈ വളപട്ടണം ഏരിയ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് പോലീസ് ആദ്യമേ തന്നെ ഉറപ്പിച്ചിരുന്നു. ശനിയാഴ്ച മുതൽ ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. നിരവധി വിരലടയാളങ്ങൾ പോലീസ് പരിശോധിച്ചതിൽ ഈ ലിജേഷിന്റെ വിരലടയാളവും ഉണ്ടായിരുന്നു. അപ്പോൾ ലിജേഷിന്റെ വിരലടയാളവും ഈ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളവും മാച്ച് ചെയ്തതോടുകൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്തപ്പോൾ പ്രതി ആദ്യം കുറ്റം സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ഈ തെളിവുകളൊക്കെ പോലീസ് കാണിച്ചതിന് ശേഷമാണ് ഈ സ്വർണവും പണവും ഒക്കെ തന്റെ
വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പ്രതി സമ്മതിക്കുന്നത്. അങ്ങനെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 12:30 കൂടിയാണ് ഈ പ്രതിയെയും കൂട്ടി പോലീസ് ലിജേഷിന്റെ വീട്ടിലെത്തുന്നത്. ഈ അഷ്റഫിന്റെ വീടിന് തൊട്ട് പിറകിലുള്ള രണ്ടാമത്തെ വീടാണ് ഈ ലിജേഷിന്റെ വീട്. അങ്ങനെ ആ വീട്ടിൽ എത്തി കട്ടിലിനടിയിൽ പ്രതി തന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഈ സ്വർണവും പണവും 400 പവനോളം സ്വർണവും അതോടൊപ്പം തന്നെ 1,28,00,000 രൂപയും പോലീസ് കണ്ടെത്തിയത്. ഈ മോഷണം നടത്തിയ സ്വർണവും പണവും ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. അത് 2 ഘട്ടങ്ങളിലായി 2 ദിവസങ്ങളിലായാണ് ഈ വലിയ കവർച്ച ആസൂത്രണം ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ആദ്യത്തെ ദിവസമാണ് സ്വർണം കൊണ്ടുപോയത്. രണ്ടാമത്തെ ദിവസം പണം ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുപോയത് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഈ ആസൂത്രിതമായ ഒരു കവർച്ചയ്ക്ക് പ്രേരകമായത് ഈ കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ നടന്ന ഈ കവർച്ചയാണ്. 11.5 പവൻ സ്വർണം, ഏതാണ്ട് 4,50,000 രൂപ വില വരുന്ന സ്വർണം കവർന്നിരുന്നു. ഈ കേസിൽ പിടിക്കപ്പെടാതെ പ്രതി നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വീണ്ടും ഒരു സമാനമായ രീതിയിലുള്ള ഒരു മോഷണം നടത്തിയിട്ടുള്ളത്. വെൽഡിംഗ് തൊഴിലാളിയാണ് ഈ ലിജേഷ് എങ്കിലും വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ ഈ മോഷണത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഒരു ഉള്ളിയും അതോടൊപ്പം തന്നെ ഒരു കമ്പിപ്പാരിയും ഇത് മാത്രമാണ് ഈ പ്രതി അതിവിദഗ്ധമായ ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ചത്. പ്രതി വളപട്ടണം മന്നയിലെ അഷ്റഫിന്റെ വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ആ ജനൽ ഈ ഉളിയും അതോടൊപ്പം തന്നെ കമ്പിപ്പാരിയും ഉപയോഗിച്ച് തിക്കി മാറ്റിയാണ് ഇതിനകത്തേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും അതിവിദഗ്ധമായ ഈ കവർച്ചാ കേസിലെ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിലേക്ക് എത്തുന്നത്. 20-ാം തീയതി രാവിലെയാണ് 19-ാം തീയതി രാവിലെയാണ് അഷ്റഫ് വീട് പൂട്ടി മധുരയിലെ വിവാഹ വീട്ടിലേക്ക് പോയത്. 20-ന് 8:05 കൂടിയാണ് ഈ പ്രതി മോഷണം നടത്തിയത്. 40 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പ്രതി മോഷണം നടത്തി ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. 8:05 പ്രതി എത്തുന്നു. 8:45 കൂടി പ്രതി പുറത്തേക്ക് പോകുന്നു. പിറ്റേ ദിവസം വ്യാഴാഴ്ച രാത്രി 9:15 കൂടി വീണ്ടും എത്തി അവിടെ നിന്നുള്ള പണം അവിടെ ഈ പ്രതി മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ 2 ദിവസങ്ങളിലായാണ് പ്രതി മോഷണത്തിന് എത്തിയത്. ഇതിൽ പോലീസിന് ഏറ്റവും അന്വേഷണത്തിന് സഹായമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി 8 മണിക്ക് മോഷണം നടത്തണമെങ്കിൽ അത് ഒരു പ്രൊഫഷണൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു മോഷ്ടാവ് ആയിരിക്കില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. 2 ദിവസം തുടർച്ചയായി 2-ാം ദിവസവും അവിടെ കയറണമെങ്കിൽ അവിടെ അഷ്റഫ് ഇല്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി ആയിരിക്കും ഈ മോഷണത്തിന് പിന്നിൽ എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു പോലീസിന്. അങ്ങനെയാണ് ഈ പരിസരത്തേക്കുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ CCTV-യിൽ ഒരു മെലിഞ്ഞ പ്രകൃതമുള്ള ഒരാളുടെ CCTV ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. സമാനമായ രീതിയിലുള്ള നിരവധി CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. ഈ 2 CCTV ദൃശ്യങ്ങൾ, അതായത് ലിജേഷിന്റെ മുഖം പതിഞ്ഞിട്ടുള്ള CCTV ദൃശ്യവും ഈ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യവും തമ്മിൽ സാമ്യമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ലിജേഷിന്റെ വിരലടയാളം പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചത്. ആ വിരലടയാളങ്ങൾ പരിശോധിച്ചപ്പോൾ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളവും ഈ ലിജേഷിന്റെ വിരലടയാളവും തമ്മിൽ സാമ്യമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് ഈ കീച്ചേരിയിലെ വിരലടയാളം കൂടി പോലീസ് പരിശോധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സമാനമായ രീതിയിലുള്ള ഒരു കവർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ 2 കവർച്ചാ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിന് വളപട്ടണം പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അല്പസമയത്തിനകം തന്നെ എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടിയത്, അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും. ACP K രത്നകുമാർ, വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷ്, ചക്കരക്കൽ ഇൻസ്പെക്ടർ MP ആസാദ്, മയ്യിൽ ഇൻസ്പെക്ടർ സഞ്ജയ്, സിറ്റി ഇൻസ്പെക്ടർ സനൽകുമാർ, വളപട്ടണം SI TP വിപിൻ, ഉണ്ണികൃഷ്ണൻ, സുരേഷ്, M അജയൻ, SI കണ്ണപുരം SI രാജീവൻ, ASI രഞ്ജിത്ത്, സ്നേഹേഷ്, ഷാജി, സീനിയർ CPO സജിത്, നാസർ, സനൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം നടന്നത്. സിറ്റി റൂറൽ SP അനൂജ് പടുവാളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിച്ച ഈ വളപട്ടണം സ്റ്റേഷൻ തന്നെ കഴിഞ്ഞ കുറെ ദിവസമായി ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന്റെ അതിശക്തമായ ഒരു അന്വേഷണം, പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ നാടിനെ ആകെ ഞെട്ടിച്ച ഈ കേസിലെ പ്രതിയെ കണ്ടെത്തുന്നതിന്
വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ വിജയത്തിൽ എത്തിയിരിക്കുന്നത്. നാടാകെ വലിയ സന്തോഷത്തിൽ ലഡു വിതരണം ചെയ്ത് പോലീസിനൊക്കെ ലഡു വിതരണം ചെയ്തുകൊണ്ടാണ് ഈ നാട്ടുകാർ ഈ പ്രതിയെ പിടികൂടിയതിൽ, അതായത് വലിയൊരു ഞെട്ടലിൽ നിന്ന് നാട് രക്ഷപ്പെട്ടു. അതായത് ഇത്രയും വലിയ ഒരു കവർച്ച നടത്തണമെങ്കിൽ അത് കുറുവ സംഘത്തെ വരെ സംശയിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ നാട്ടിലാകെ ഒരു ഭീതി ഉണ്ടായ ഒരു സംഭവം കൂടിയാണ് ഇത്. കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വീട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയതോടുകൂടി വലിയൊരു ആശങ്ക അകന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പോലീസിന്റെ അന്വേഷണ മികവിനെ നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ പുകഴ്ത്തുകയാണ്. വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിലുള്ളത്. അല്പസമയത്തിനകം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അർജുൻ, എന്നാണ് ഈ വീട്ടുകാർ പോലീസിൽ നൽകിയ പരാതി. പക്ഷേ ഈ ലിജീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് 400 പവനും 1,25,00,000 രൂപയുമാണ്. ഇത് സംബന്ധിച്ച് ഈ അഷ്റഫും വീട്ടുകാരും ഈ പോലീസിനോട് പറയുന്നത് എന്താണ്? അർജുൻ, ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വീട്ടിൽ നിന്ന് 400 പവനും 1,28,00,000 രൂപയുമാണ് പിടികൂടിയത് എന്നുള്ളത് ഇതിൽ ഏറ്റവും പുതുതായി വരുന്ന വിവരം. എന്തായാലും പരാതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രാഥമികമായ ഒരു നിഗമനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ അത്രത്തോളം പണവും സ്വർണവുമാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ പ്രാഥമികമായ ഒരു മൊഴിയാണ് അഷ്റഫ് നൽകിയിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടാകുന്ന രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അർജുൻ.